نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിലെ 115, 116 ആയത്തുകളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ 2 ഖുതുബകളിലായി നാം സൂചിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറാദത്ത്, മശീഅത്ത്, ഹിക്മത്ത്, അതിൽ അധിഷ്ഠിതമായിട്ടാണ് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉള്ളത് എന്നും റബ്ബിനെ കുറിച്ച് കൃത്യമായി അറിയുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശരിയാംവണ്ണം തവക്കുലാക്കാൻ സാധിക്കുക എന്നും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് യഖീന് എന്നതുമാണ് നാം ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവന്റെ നാമങ്ങളായി ധാരാളം നാമങ്ങളെ പരിചയപ്പെടുത്തി. അതിൽ 100ഓളം സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ 2 പേരുകളാണ് അലീമുൻ ഹക്കീം എന്നുള്ളത്. അല്ലാഹു അലീമാണ്, ഹക്കീമാണ്. എല്ലാം അറിയുന്നവനാണ്, ഹിക്മത്തുള്ളവനാണ്. ഹിക്മത്ത് എന്നുള്ളത് സൂക്ഷ്മജ്ഞാനത്തിലാണ് പൊതുവെ ഹിക്മത്ത് എന്ന പദം ഉപയോഗിക്കാറുള്ളത്. ഹക്കീം എന്നാൽ സൂക്ഷ്മജ്ഞാനി എന്നാണ് അതിന് ഒരർത്ഥം പറയാവുന്നത്. മറ്റൊന്ന്, ഏത് കാര്യത്തിലും കൃത്യമായ തത്വപ്രകാരം, യുക്തിപ്രകാരം
പ്രവർത്തിക്കുന്നവനും ഹക്കീം എന്ന പദം ഉപയോഗിക്കാൻ കഴിയും. അല്ലാഹു തആല ഇത് രണ്ടും ഒത്തവനാണ്. അവന്റെ ഏത് പ്രവർത്തനവും കൃത്യമായ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് പ്രാപഞ്ചികമായ സംവിധാനമാണെങ്കിലും മതപരമായ ശർഈയായ കാര്യമാണെങ്കിലും ശരി, എല്ലാം അല്ലാഹു തആല കൃത്യമായ ഹിക്മത്ത് പ്രകാരം ഇൽമു പ്രകാരമാണ് അവൻ ചെയ്തിരിക്കുന്നത്. കോടാനുകോടി ജീവജാലങ്ങൾ, ആകാശഭൂമികൾ മുതൽ വലിയ വലിയ ജീവികൾ മുതൽ സൂക്ഷ്മമായ ജീവികൾ വരെയുള്ള ഏതേതു സൃഷ്ടിയെടുത്താലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാം കൃത്യമായി അറിയുകയും നിയന്ത്രിക്കുകയും സംവിധാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞു, വകുന്നാ ബികുല്ലി ശൈഇൻ ആലിമീൻ, എല്ലാ കാര്യത്തെക്കുറിച്ചും നന്നായി അറിയുന്നവനാകുന്നു നാം എന്ന് സൂറത്ത് അംബിയായിലെ 81-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. ഇന്ന റബ്ബക ഹകീമുൻ അലീം, തീർച്ചയായും നിന്റെ റബ്ബ് ഹക്കീമാണ്, അലീമാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, എല്ലാം അറിയുന്നവനാണ്, ഏത് നിഗൂഢമായ കാര്യങ്ങളെപ്പോലും അറിയുന്നവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏത് ജീവിയാണെങ്കിലും ഏത് സൃഷ്ടിയാണെങ്കിലും അതിലൊക്കെ സൃഷ്ടിപ്പിന് പിന്നെ അല്ലാഹു തആല കൃത്യമായ ഹിക്മത്തുണ്ട്, യുക്തിയുണ്ട് എന്നർത്ഥം. വെറുതെ ഒരു ജീവിയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല. ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു ഉദ്ദേശവുമില്ലാതെ കേവലം വൃഥാവിലായിക്കൊണ്ട് അല്ലാഹു തആല ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല, ഒരു സൃഷ്ടിപ്പും നടത്തുന്നുമില്ല. എല്ലാം റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായ ലക്ഷ്യമുണ്ട് അതിനെല്ലാം പിറകിൽ. മാത്രവുമല്ല എല്ലാ സൃഷ്ടിയും അവൻ ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന്. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു, അവൻ സൃഷ്ടിച്ച എല്ലാറ്റിനെയും അവൻ നന്നാക്കിയിരിക്കുന്നുവെന്ന്. അഹ്സ എന്നാണ്, എല്ലാം നന്നാക്കിയിരിക്കുന്നു. ഏറ്റവും നല്ല കുറ്റമറ്റ സംവിധാനത്തിലാണ് എല്ലാ സൃഷ്ടികളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. കണ്ടാൽ പക്ഷെ നമ്മുടെ കാഴ്ചയിൽ ഒരു പക്ഷെ ചിലത് സൗന്ദര്യം കൂടുകയും ആപേക്ഷികമായി സൗന്ദര്യം കുറയുകയും അതിന്റെ രൂപഭാവങ്ങളിൽ വ്യത്യാസമുണ്ടാകുകയും ചെയ്യാമെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഏതു സൃഷ്ടിയെ സൃഷ്ടിച്ചാലും ശരി, അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖ, അവൻ സൃഷ്ടിച്ച എല്ലാത്തിനെയും അവൻ ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലാണ് സംവിധാനിച്ചിരിക്കുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ, വഖലഖ കുല്ല ശൈഇൻ, എല്ലാ കാര്യങ്ങളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. സൃഷ്ടിക്കുക മാത്രമല്ല, ഫഖദ്ദറഹു തഖ്ദീറ, അത് കൃത്യമായ ഒരു ഖദർ, കൃത്യമായ ഒരു തീരുമാനം, ഒരു കണക്ക്, ഒരു വിധി അതിന് നാം അല്ലാഹു തആല കണക്കാക്കുകയും ചെയ്തിരിക്കുന്നുവെന്നാണ്. അപ്പൊ റബ്ബ് നിശ്ചയിച്ച, റബ്ബ് സൃഷ്ടിച്ച ഏത് വസ്തുവാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ശരി, അതിനെല്ലാം റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇൽമ്, അവന്റെ ഹിക്മത്ത് എല്ലാം എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന കാര്യമാണ് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോടും പറഞ്ഞു, മനുഷ്യർ സൃഷ്ടിച്ചതും വൃഥാവിലല്ല എന്ന്. അം ഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്നമാ ഖലഖനാകും അബസ, നാം നിങ്ങൾ സൃഷ്ടിച്ചത് വൃഥാവിലാണ്, ലക്ഷ്യമില്ലാതെയാണ്, പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലാതെ അങ്ങ് വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന വചനമാണ് ഞാൻ നേരത്തെ ഓതി വെച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും അല്ലാഹു തആലയുടെ ഹിക്മത്തുണ്ട്, നമ്മെ സൃഷ്ടിച്ചതിന് ആ ഹിക്മത്തുണ്ട്. ലോകത്തിൽ എന്ന് നടക്കുന്നുവെങ്കിലും എല്ലാത്തിനുമുണ്ട്. ചൂടും തണുപ്പും മാറി മാറി വരുന്നു, അതേപോലെ രാവും പകലും മാറി മാറി വരുന്നു. ഈ ഭൂമിയുടെ സംവിധാനങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാത്തിനും അല്ലാഹു തആല കൃത്യമായ ലക്ഷ്യമുണ്ട്. ഈ ശരീഅത്ത് നിയമങ്ങൾ എടുത്താലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല ഹലാലാക്കി വെച്ചു, വേറെ കുറെ കാര്യങ്ങളെ ഹറാമാക്കി നിശ്ചയിച്ചു. കുറെ ഫർളുകൾ, കുറെ സുന്നത്തുകൾ, കുറെ കറാഹത്തുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ നിയമങ്ങൾ അല്ലാഹു തആല സംവിധാനിച്ചത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ അല്ലാഹു തആല വെച്ചത്? വെറുതെ കുറെ കാര്യങ്ങളെ അങ്ങ് ഹറാമാക്കിയതല്ല. വേറെ കുറെ കാര്യങ്ങൾ അല്ലാഹ്ക്ക് വെറുതെ തോന്നിയപ്പോൾ അങ്ങ് ഹലാലാക്കി, മറ്റു ചിലത് കറാഹത്താക്കി, അതൊന്നും പ്രത്യേകിച്ച് ഉദ്ദേശമില്ല എന്നല്ല. ഇസ്ലാമിക ശരീഅത്തിൽ എന്തെല്ലാം നിയമങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചുവോ അതിന് മുഴുവനും അല്ലാഹു തആല കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നർത്ഥം. ഒരു കാര്യം ഹറാമാണെന്ന് നിശ്ചയിച്ചുവെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ഇന്ന കാര്യം കറാഹത്താണെന്ന് പറഞ്ഞുവെങ്കിൽ അതിന് ഉദ്ദേശമുണ്ട്. ചില പാനീയങ്ങൾ കുടിക്കാം, ചില പാനീയങ്ങൾ കുടിക്കാൻ പാടില്ല. ചില ഭക്ഷണങ്ങൾ കഴിക്കാം, ചിലത് കഴിക്കാൻ പാടില്ല. അതേപോലെ ചില പ്രവൃത്തികൾ ചെയ്യാം, ചിലത് ചെയ്യാൻ പാടില്ല. ചിലതൊക്കെ കേൾക്കാം,
ചിലത് കേൾക്കാൻ പാടില്ല, ചില കാഴ്ചകൾ കാണാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിൽ വെച്ചു. ചില നോട്ടങ്ങൾ പാടില്ലെന്ന് പറഞ്ഞു, ചില കാഴ്ചകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു, ചില സംഗതിയിലേക്ക് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു, ചിലതിൽ നിന്ന് തിരിഞ്ഞു കളയണമെന്ന് അല്ലാഹു തആല പ്രത്യേകമായി നമ്മോട് ആവശ്യപ്പെട്ടു. എന്തിനാണ് ഇങ്ങനെയൊക്കെ അല്ലാഹു തആല വെച്ചത്? വെറുതെ കേവലമായി കുറെ നിയമം ഉണ്ടാക്കിയത് എന്നത് മാത്രമാണോ? അല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കൃത്യമായ ലക്ഷ്യമുണ്ട്. അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. സൂറത്ത് അറാഫിൽ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചത്, അർശിന്റെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ ശേഷം അല്ലാഹു തആല പറഞ്ഞു, അലാ ലഹുൽ ഖൽഖു വൽ അംറു, അലാ അറിയണേ, ലഹുൽ ഖൽഖു അവനുള്ളതാണ് സൃഷ്ടിപ്പ് മുഴുവനും, വൽ അംറു സൃഷ്ടിപ്പ് മാത്രമല്ല എല്ലാത്തിന്റെയും തീരുമാനങ്ങൾ, എല്ലാത്തിലേക്കുമുള്ള നിർദ്ദേശങ്ങൾ അതും അവന് ഉള്ളത് തന്നെയാണ്. അവൻ എല്ലാം സൃഷ്ടിച്ച അല്ലാഹു തആല തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളെയും സംരക്ഷിക്കുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, എല്ലാത്തിനെയും പോറ്റി വളർത്തുന്ന ആ അല്ലാഹു തആല എത്ര അനുഗ്രഹീതനാണ്, ബറക്കത്തുടയവനാണ് എന്നാണ് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ എല്ലാത്തിന്റെയും ഖൽഖ് അവനാണ്, എല്ലാത്തിനെയും അംറ് അവനാണ്, സൃഷ്ടിപ്പ് അല്ലാഹുവിനാണ്, എല്ലാത്തിനും വേണ്ട നിർദ്ദേശങ്ങൾ നിയമങ്ങൾ വെക്കുന്നവനും അല്ലാഹു തആല തന്നെയാണ്. ഇത് ബോധ്യമാകാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഇസ്ലാമിലെ ചില വിഷയങ്ങളെപ്പറ്റി, നിയമങ്ങളെപ്പറ്റി ആളുകൾ എന്താ ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ടായി, എന്തേ മതത്തിന് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞു, എന്തേ അതൊക്കെ ഹറാമാക്കി, അതൊക്കെ എത്ര രസമുള്ളതാണ്, എത്ര ആനന്ദമാണ്, ഇതൊന്നും പാടില്ല എന്ന് എന്തേ മതത്തിന് ഇങ്ങനെ എന്ന് അള്ളാഹിനെ പറ്റി മോശമായ വിചാരങ്ങൾ, ദുശ്ചിന്തകൾ, റബ്ബിനെ പറ്റി വെച്ചു പുലർത്തുന്ന ആളുകൾ സംസാരങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അല്ലാഹ് അലീമാണെന്നറിയാം, ഹക്കീമാണെന്നറിയാം, അവന്റെ ഫഈലുകൾക്കെല്ലാം കൃത്യമായി എന്നറിയാം. അത് അറിഞ്ഞാലും അത് അംഗീകരിച്ചാലും ചില ആളുകൾ ചിലപ്പോൾ സന്ദർഭികമായൊക്കെ പറഞ്ഞു പോകും, എന്താ നമ്മൾ പാടില്ലല്ലോ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ വിലക്കിയല്ലോ, അത് ശരിയായില്ല എന്ന മട്ടിലേക്ക് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. അത് ന്യായമല്ല, ചോദിക്കാവതല്ല, റബ്ബിന്റെ ഹിക്മത്തിനെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു തആല കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അതിന് പിന്നിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടാകാം. പലപ്പോഴും ലിബറൽ ചിന്താഗതിക്കാർ, നിരീശ്വരവാദികൾ, സ്വതന്ത്ര ചിന്തക്കാർ എന്നൊക്കെ പേരിട്ട് വരുന്ന ആളുകൾ ഈ കാര്യങ്ങളാണ് സംശയം ഉണ്ടാക്കാറുള്ളത്. മതത്തിൽ ഏതെങ്കിലും നിയമം എടുത്തുകൊണ്ട് എന്താണ് ഇത് ഹിക്മത്തുള്ളത്? ഒന്നുകിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അനന്തരാവകാശ നിയമങ്ങൾ, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഏതെങ്കിലും ഒന്നെടുത്തുകൊണ്ട് ഇതെന്റെ ഇസ്ലാമിൽ ഇങ്ങനെ, എന്റെ ഈ മതത്തിൽ ഇങ്ങനെയായി, ഇത് ശരിയായില്ലല്ലോ, ആണിന്റെ പകുതി സ്വത്താണ് പെണ്ണിന് കൊടുക്കുന്നത്, അത് ന്യായമല്ല എന്ന് പറയുന്ന ആളുകൾ. അതേപോലെ സ്ത്രീകളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ട്, ഹിജാബുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ നിലയ്ക്ക് പറയുന്ന ആളുകൾ ഇതെല്ലാം നമ്മൾ കാണാറുണ്ട്. അല്ലാഹു തആല കാര്യം നിശ്ചയിച്ചാൽ അതാണ് ഏറ്റവും ഹിക്മത്തുള്ള കാര്യം. അല്ലാഹ് അലീമാണ്, ഹക്കീമാണ് എന്ന് 94 പ്രാവശ്യമാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആവർത്തിച്ചു പറഞ്ഞത്. അല്ലാഹ് അലീമാണ്, അല്ലാഹ് ഹക്കീമാണ്. നമ്മളാരും അലീമല്ല, നമ്മളാരും ഹക്കീമല്ല. കേവലം തുച്ഛമായ അറിവല്ലാതെ മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, വളരെ തുച്ഛമല്ലാതെ മനുഷ്യർക്ക് അറിവ് നൽകപ്പെട്ടിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഒന്നുമല്ലാത്ത മനുഷ്യനാണ് എല്ലാം അറിയുന്ന, എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ ഒരു തീരുമാനത്തെ, നിയമത്തെ ചോദ്യം ചെയ്യുകയും അത് ശരിയായില്ല എന്ന് ആ മട്ടിൽ സംസാരിക്കുകയും ചെയ്യുന്നത് അത് ന്യായമല്ല. നമ്മുടെ ഈമാൻ തന്നെ തെറ്റിപ്പോകാൻ നിമിത്തമായേക്കാവുന്ന കാര്യമാണ് എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹ് പറഞ്ഞുവല്ലോ, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. റബ്ബ് പറഞ്ഞു, വഅസ്റു ഖൗലകും അവിജ്ഹറു ബി ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ. നിങ്ങൾ ഉറക്കെ പറഞ്ഞാലും ശരി, പതുക്കെ പറഞ്ഞാലും ശരി, എല്ലാം റബ്ബ് അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ ശേഷം അല്ലാഹ് ചോദിക്കുന്ന ചോദ്യമാണ്, അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവനായ ഒരുത്തൻ അറിയുകയില്ലേ? അതെ, അറിയും. അവനാണ് എല്ലാം അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞു. അവൻ ലത്തീഫാണ്, ഖബീറാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, ഏത് നിഗൂഢമായ കാര്യങ്ങളെയും അറിയുന്നവനാണ് എന്നിരിക്കെ അവൻ അറിയുകയില്ല എന്നാണ്. അപ്പൊ റബ്ബിനറിയാം, നമുക്കറിയാത്തത്. നമ്മളാണ് അറിവില്ലാത്ത ആളുകൾ. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തക്കും കാഴ്ചക്കും കേൾവിക്കും എല്ലാം പരിധിയും പരിമിതിയുമുണ്ട്. റഹ്മാനായ റബ്ബിന്റെ ഒന്നിനും പരിധിയില്ല, പരിമിതിയില്ല. നാം കാണുന്ന കാഴ്ചകൾ പരിമിതമാണ്, കേൾക്കുന്ന കാര്യങ്ങൾ പരിമിതമാണ്, ചിന്തിക്കാൻ കഴിയുന്ന മേഖലകൾ പരിമിതമാണ്, നമുക്കിടപെടാവുന്ന മേഖലകൾ വളരെ പരിമിതമാണ്. നാം ജീവിക്കുന്ന നാട്, ചുറ്റുപാട്, കാലഘട്ടം,
തലമുറ, നമ്മൾ കണ്ട കേട്ട ചുറ്റുപാടുകൾ, അതിനെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ചിന്തിക്കാനും പറയാനും കേൾക്കാനുമെല്ലാം നമുക്ക് സാധിക്കുന്നത്. ഒരു പരിധിയുമില്ലാത്ത കാമിലായ ഇൽമുള്ള, പരിപൂർണമായ അറിവുള്ള, പരിപൂർണമായ കേൾവിയുള്ള, എല്ലാത്തിനും ഹിക്മത്തുള്ള, എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംവിധാനിക്കുന്ന റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് വിധേയപ്പെടുകയാണ് ബുദ്ധിമാനായ മനുഷ്യൻ ചെയ്യേണ്ടത്. ആ റബ്ബ് എന്തു പറഞ്ഞാലും അതെല്ലാം അല്ലാഹു തആല നിശ്ചയിച്ചതാണ്, അതാണ് ശരി എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതിലേക്ക് നമ്മൾ കീഴടങ്ങുകയാണ് വേണ്ടത്. അല്ലാത്തത് മുശ്രിക്കീങ്ങളുടെ സ്വഭാവമായി, ധിക്കാരികളുടെ സ്വഭാവമായി അല്ലാഹു തആല പരിചയപ്പെടുത്തി. മക്കയിലെ മുശ്രിക്കുകൾ നബിയോട് ചോദിച്ചു, ലൗലാ നുസില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിൻ ഖർയതൈൻ അളീം എന്നാണ്. ഇങ്ങനെ ഖുർആൻ അല്ലാഹു ഇറക്കുന്നുവെങ്കിൽ അത് ഈ മുഹമ്മദിനാണോ ഇറക്കേണ്ടത്? ഈ നാട്ടിൽ എത്ര വലിയ വലിയ പ്രമാണിമായ ആളുകളുണ്ട്. അബൂജഹലുണ്ട് ഇവിടെ, അബൂലഹബുണ്ട് ഇവിടെ. ഇങ്ങനെ വലിയ വലിയ കാരണവന്മാര്, മികച്ച ആളുകൾ ഈ നാട്ടിലുണ്ടായിരിക്കെ അവർക്കൊന്നും ഇറക്കാതെ ഇയാൾക്കാണ് ഇറക്കിയത്, അത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹു മറുപടി പറഞ്ഞു, പടച്ച റബ്ബിനറിയാം എവിടെയാണ് റിസാലത്ത് നൽകേണ്ടത്, ആർക്കാണ് പ്രവാചകത്വം നൽകേണ്ടത് എന്ന്, ആരെയാണ് റസൂലാക്കേണ്ടത് അല്ലാഹ്ക്കറിയാം, അത് അവർ നിശ്ചയിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അല്ലാഹു തആല മറുപടി പറഞ്ഞതായി കാണാൻ കഴിയും. അതേപോലെ നബിയെയും സഹാബിമാരും ആക്ഷേപിച്ചുകൊണ്ട് മുശ്രിക്കുകൾ പറഞ്ഞ മറ്റൊരു പ്രയോഗമായിരുന്നു, അഹാഉലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ. നമ്മൾക്ക് ഉണ്ടായിരിക്കെ ഇവർക്കൊക്കെയാണ് അല്ലാഹു ഹിദായത്ത് കൊടുത്തത്. ഇവിടെ ഇത്ര വലിയ വലിയ ആളുകൾ, തറവാട്ടുകാര്, വലിയ വലിയ കേമന്മാർ ായിട്ട് നമുക്കാർക്കും കിട്ടാത്ത ഹിദായത്ത് ഇവർക്കാണോ കിട്ടിയത്? ആരാണ് ഇവരൊക്കെ എന്ന മട്ടിൽ അവർ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെയും അതിനെ വിമർശിക്കുകയാണ് ചെയ്തത്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അന്നത്തെ ആളുകൾ സമാനമായ പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അല്ലാഹു തആല അവിടെയും ഇതേ മറുപടിയാണ് നൽകിയതെന്ന് കാണാൻ കഴിയും. അവിടെ ശരിയായ ബുദ്ധിമാൻ, ബുദ്ധിയുള്ള ഉലുൽ അൽബാബ് എന്ന് പറയാവുന്ന ശരിയായ ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത്, റബ്ബ് ഒരു കാര്യം തീരുമാനിച്ചാൽ, റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അവിടെ ചോദ്യമില്ല. ഇബ്ലീസ് പോലും തുടങ്ങിയത് ആ ചോദ്യമായിരുന്നു. ആദ്യമേ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്ലീസിന്റെ ചോദ്യമായിരുന്നു, എങ്ങനെ ഞാൻ സുജൂദ് ചെയ്യുക? കാരണം അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഖൈറായവനല്ലേ എന്നാണ്. അവനെ മണ്ണ് കൊണ്ട് പടച്ചു, എന്നെ തീ കൊണ്ട് പടച്ചു, ഞാനല്ലേ ഖൈറായവൻ, അതുകൊണ്ട് ഞാൻ അവന് സുജൂദ് ചെയ്യുകയോ അത് ന്യായമല്ല, അത് ശരിയല്ല എന്ന് പടച്ച റബ്ബിനെ തീരുമാനത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ ശപിക്കപ്പെട്ടവനായി, ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, നീ ശപിക്കപ്പെട്ടവനാണ്, ആക്ഷേപിക്കപ്പെട്ടവനാണ്, ആട്ടിയകറ്റപ്പെട്ടവനാണ് എന്ന മട്ടിൽ ഖിയാമത്ത് വരെ അവനെ എന്നും ആക്ഷേപിതനായി നിന്ദനായി മാറാൻ കാരണം അല്ലാഹുവിന്റെ ആ ചെയ്തിയെ ചോദ്യം ചെയ്തു എന്നതാണ്. അത് മുശ്രിക്കീങ്ങൾ, അതേപോലെ മറ്റു അവിശ്വാസികൾ എല്ലാം എന്നും സ്വീകരിച്ചു പോകുന്ന രീതിയാണ്. വിശ്വാസികളുടെ നിലപാടതെല്ലാം അല്ലാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു പഠിപ്പിച്ചു എന്നറിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യമില്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, റബ്ബ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ചോദ്യമില്ല, അവർ ചോദിക്കപ്പെടുമെന്നാണ്. അല്ലാഹുക്ക് എന്തും ചെയ്യാം, അവന് ഇഷ്ടമുണ്ട്, അവന് സ്വാതന്ത്ര്യമുണ്ട്. ഉദ്ദേശിക്കുന്നതെല്ലാം ചെയ്യുന്നവനാണ് അല്ലാഹു തആല. ആ റബ്ബ് എന്ത് ചെയ്താലും എന്റെ റബ്ബ് അങ്ങനെ ചെയ്തു, എന്റെ റബ്ബ് ഇങ്ങനെ തീരുമാനിച്ചു, എന്റെ അല്ലാഹ് അങ്ങനെ പറഞ്ഞു, ആ ചോദ്യം പോലും പാടില്ല. പടച്ച റബ്ബിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും ആ റബ്ബിനെ കീഴ്പ്പെടുകയും ചെയ്യുക, അതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. ആ ഒരു മനസ്സിന്റെ ഉടമകളായി മാറാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ സത്യവിശ്വാസികളുടെ നിലപാട്, അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചുവെന്നറിഞ്ഞാൽ മറ്റൊന്നും ആലോചിക്കാതെ അതിന് പൂർണ്ണമായും വിധേയപ്പെടുക എന്നതാണ്. അൽ ഇസ്തിസ്ലാമു വൽ ഇൻഖിയാദു ലില്ലാഹ്, അല്ലാഹു തആലയ്ക്ക് പൂർണ്ണമായും വിധേയപ്പെടുക. എന്റെ റബ്ബ് അങ്ങനെയാണ് പറഞ്ഞത്, ആ റബ്ബ് നിയോഗിച്ച റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത്. എന്റെ റസൂൽ വഹ്യ് പ്രകാരമല്ലാതെ
സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വഹ്യാണ് നബി തങ്ങൾ എന്നെ അറിയിച്ച ആ ഒരു കാര്യം എന്ന ആ ഒരു അടിസ്ഥാന തിരിച്ചറിവാണ് ഒരു മനുഷ്യന്റെ ഈമാനിന്റെ റുക്നുകളായി, നിർബന്ധ ഘടകങ്ങളായി പഠിപ്പിക്കപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന്. സൂറത്ത് അഹ്സാബിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകുന ലഹുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു തീരുമാനം ഒരു വിശ്വാസിക്കില്ല, വിശ്വാസിക്കുമില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അല്ലാഹുവിനും റസൂലിനും ഒരാൾ എതിരെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അങ്ങേയറ്റം വഴിപഴിച്ചവൻ തന്നെയാകുന്നു അവൻ എന്നാണ്. ഒരു ഏത് കാര്യമാണെങ്കിലും ഒരു പക്ഷെ ചില നിയമങ്ങൾ നമുക്കൊരു പക്ഷെ താൽക്കാലികമായി പ്രയാസം തോന്നിയേക്കാം, നമുക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ഇസ്ലാമിലുണ്ട്, ഹലാലാണ്, അല്ലാഹു അനുവദിച്ചതാണ്, നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. എന്നാലും ഒരുപക്ഷെ നമുക്കതേ പ്രയാസം തോന്നിയേക്കാം. ആ പ്രയാസം പോലും ഇല്ലാതെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക എന്നാണ് ഈമാനിന്റെ പൂർണ്ണത. എന്റെ റബ്ബ് അനുവദിച്ചുവെങ്കിൽ അതിന് ഖൈറുണ്ടാകും, നബിതങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ അതിനാണ് ഖൈറ്. എനിക്കറിയാത്തത് കൊണ്ടാണ്, എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് എനിക്കത് പ്രയാസമായി തോന്നുന്നത് എന്ന് മനസ്സിലാക്കി ആ റബ്ബിന്റെ തീരുമാനത്തിലേക്ക് പൂർണ്ണമായും വിധേയപ്പെടുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. സമഇന വഅതഇന, കേട്ടു അനുസരിച്ചു വന്നത് മുഅ്മിനീങ്ങളുടെ പ്രഖ്യാപനമായി അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പരിചയപ്പെടുത്തുന്നു. അല്ലാഹു റസൂൽ കാര്യം പറഞ്ഞാൽ അൻ യഖൂലു സമഇന വഅതഇന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അതാണ് വിശ്വാസ നിലപാട്. ഒരുപക്ഷെ ചില കാര്യങ്ങളുടെ അതിന്റെ ഉള്ളിലെ രഹസ്യം എന്താണ് എന്ന് നമുക്കറിയില്ലായിരിക്കാം. എന്താ റബ്ബ് അങ്ങനെ നിശ്ചയിച്ചത് നമുക്കറിയില്ല. അല്ലാഹു തആലക്ക് അതിൽ ഒരു ഹിക്മത്തുണ്ട്. ആ ഹിക്മത്ത് ചിലത് നമുക്ക് മനസ്സിലാകും, ചിലത് മനസ്സിലാവുകയില്ല. ചിലത് ഇപ്പോൾ മനസ്സിലാവില്ല, കുറച്ചു കാലം കഴിയുമ്പോൾ മനസ്സിലായേക്കാം. ചിലർക്ക് മനസ്സിലാവില്ല, വേറെ ചിലർക്ക് മനസ്സിലാകും. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ശരി, വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ട കാര്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നബിതങ്ങൾ പറഞ്ഞുവെന്ന് ബോധ്യമുള്ള കാര്യമാണെങ്കിൽ പിന്നെ ചോദ്യമില്ല, പിന്നെ സംശയമില്ല. അതാണ് ഹക്ക്, അതാണ് സത്യമെന്ന ആ ഒരു ഉറച്ച ബോധ്യമാണ് ഷഹാദത്തിന്റെ പൂർത്തീകരണം. അബൂബക്കർ സുദ്ദീഖ് എന്ന പേര് വരാൻ പോലും കാരണം അതാണല്ലോ. നബിതങ്ങളെ മിഅ്റാജ് യാത്രയാണ് ആ വിഷയമുണ്ടായത്. നബിതങ്ങൾ രാത്രി മക്കയിലുണ്ട്, മസ്ജിദുൽ ഹറാമിലുണ്ട്, രാവിലെയും അവിടെയുണ്ട്. നബിതങ്ങളെ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോയി, അവിടെ വെച്ച് എല്ലാ പ്രവാചകന്മാരെയും കണ്ടു, അവർക്ക് ഇമാമായി നിസ്കരിച്ചു. അതിനുശേഷം ആകാശലോകത്തേക്ക് എന്നെ കൊണ്ടുപോയി, 7 ആകാശങ്ങളും കടന്ന് സ്വർഗവും കണ്ട് റബ്ബുമായി സംസാരിച്ച് ഞാൻ തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ മക്കയിലെ അവിശ്വാസികളായ ആളുകൾ വിചാരിച്ചു ഇതേതായാലും ഒരു അവസരമാണ്. ഈ മുഹമ്മദ് പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്, ഇതേതായാലും അവരാരും വിശ്വസിക്കുകയില്ല, സാധ്യത കുറവാണ് എന്നാണ്. അബൂബക്കർ സിദ്ദീഖിനെ കാണാൻ അവർ ആവേശപൂർവ്വം വന്നു. അവർ ചോദിച്ചു, അബൂബക്കർ, നിന്റെ കൂട്ടുകാരന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചുകൂടെ എന്നാണ്. അപ്പൊ എന്തുപറ്റി എന്ന് ചോദിക്കുമ്പോൾ, നീ അറിഞ്ഞില്ലേ നിന്റെ കൂട്ടുകാരൻ ഇന്ന് രാവിലെ എന്താ പറഞ്ഞത്? ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിൽ പോയി അത്രേ, അവിടെ ആകാശലോകത്തേക്കും പോയി അത്രേ, അല്ലാഹുമായി സംസാരിച്ചു അത്രേ. ഇതാണ് ഇപ്പൊ നിന്റെ കൂട്ടുകാരൻ അവസാനമായി പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ ചോദ്യം, എന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞോ എന്നാണ്. എന്റെ നബി അങ്ങനെ പറഞ്ഞോ? അതെ, എന്റെ നബി അത് പറഞ്ഞു. അദ്ദേഹത്തിന് മറുപടി, എന്റെ നബി പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. എന്നെ പറഞ്ഞോ ഇല്ലേ ഉറപ്പില്ല. നബി പറഞ്ഞു എന്ന് പറയുന്നത് ഇവരാണ്, ഈ എതിരാളികളാണ് വന്ന് പറയുന്നത് നബി അങ്ങനെ പറഞ്ഞു എന്ന്. എങ്കിൽ നബി പറഞ്ഞെങ്കിൽ സത്യമാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അവർ ചോദിച്ചു, എന്താണ് ഇതും നീ അംഗീകരിക്കുകയാണോ എന്നാണ്, ഇതും അംഗീകരിക്കാൻ നീ തയ്യാറാണോ? അദ്ദേഹം പറയാതെ, എനിക്കെന്താ അംഗീകരിക്കാൻ പ്രയാസമുള്ളത്? അതിനേക്കാൾ വലിയ കാര്യം അംഗീകരിച്ചുകൊണ്ട് മുസ്ലിമായി കൂടാളാ ഞാൻ. ആകാശ ലോകത്തിൽ നിന്ന് മലക്കിറങ്ങി വന്ന് വഹി നൽകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച ആളല്ലേ ഞാൻ. എനിക്ക് പിന്നെ നബി ആകാശത്ത് പോയി വന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എന്താ പ്രയാസം എന്നാണ്. വളരെ സിമ്പിളാണ്. അങ്ങനെ ആലോചിച്ച ഒരു പ്രയാസവുമില്ല. അള്ളാഹുവിന്റെ റസൂലിന് വഹയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് നബി തങ്ങളെ വന്ന് കണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ആ വഹയ് പ്രകാരമാണ് അള്ളാഹു റസൂലെല്ലാം പഠിപ്പിച്ചത് എന്ന് അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പിന്നെ ആ പ്രവാചകൻ ആകാശത്ത് പോയി ഫലസ്തീനിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഈ ഒരു കാര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സുദ്ദീഖ് എന്ന പേരിട്ടത്. നബി തങ്ങൾ പറഞ്ഞു,
നിങ്ങൾക്ക് അള്ളാഹു സിദ്ദീഖ് എന്ന് പേരിട്ടിരിക്കുന്നവരാണ്. സത്യപ്പെടുത്തുന്നവൻ, സത്യസന്ധൻ. നബി തങ്ങൾ എന്തു പറഞ്ഞാലും പിന്നെ സംശയിക്കാതെ, ചോദ്യമില്ലാതെ അത് അംഗീകരിച്ചു. അതാണ് സിദ്ദീഖ് എന്ന പേര്. അല്ലാതെ നബി അങ്ങനെ പറഞ്ഞോ, ഒന്ന് ആലോചിക്കണമല്ലോ, അങ്ങനെ ഹദീസുണ്ടോ, ഒന്ന് ചിന്തിക്കണമല്ലോ, അതല്ല വിശ്വാസി. നബി തങ്ങൾ പറഞ്ഞുവെന്ന് ബോധ്യമാണോ എങ്കിൽ സത്യമാണ്, അത് ഹക്കാണ്. ലഇൻ കാന ഖാലഹു ഫഖദ് സദഖ, നബി തങ്ങൾ പറഞ്ഞെങ്കിൽ അത് സത്യം തന്നെയാണ്. അല്ലാതെ ആരെങ്കിലും ഒരു ആയത്തെടുത്ത് വാട്സപ്പിൽ അയച്ചെന്നു, ഒരു ഹദീസ് എടുത്ത് വാട്സപ്പിൽ അയച്ചതാ, ഇങ്ങനെ ഹദീസുണ്ട്, ഇങ്ങനെ ആയത്തുണ്ട്, ഇത് അംഗീകരിക്കുമ്പോ അങ്ങനെ ഹദീസുണ്ടോ, അങ്ങനെ ആയത്തുണ്ടോ എന്നാലോചിക്കട്ടെ. അതല്ല വിശ്വാസം എന്നത്, അതല്ല ബോധ്യം എന്നത്. എന്റെ റബ്ബ് പറഞ്ഞതാണെങ്കിൽ, എന്റെ പ്രവാചകൻ പറഞ്ഞതാണെങ്കിൽ സത്യമാണ്. ഒരുപക്ഷെ നമുക്കത് ഇന്ന് ബോധ്യപ്പെടുന്നില്ലായിരിക്കാം, ഒരു കാലത്ത് ഇനി ബോധ്യപ്പെട്ടേക്കാം, ഇനി ഒരു കാലത്തും ബോധ്യപ്പെട്ടില്ലായിരിക്കാം. എന്നാലും ശരി, അള്ളാഹു പറഞ്ഞാൽ, റസൂല് പറഞ്ഞാൽ അതിൽ 1% പോലും, ലവലേശം പോലും അതിൽ സംശയിക്കാൻ പഴുതില്ല. കാരണം ആകാശഭൂമികൾ സൃഷ്ടിച്ചവരാണ് ഈ പറയുന്നത്, ഭാവിഭൂത വർത്തമാനങ്ങളെ സംവിധാനിച്ചവരാണ് ഈ പറയുന്നത്, ലോകത്തെ കോടാനുകോടി മനുഷ്യന്മാരെ സൃഷ്ടിച്ചവരാണ് ഈ പറയുന്നത്, ജിന്നുകളെയും മലക്കളെയും പടച്ചവനാണ് ഈ പറയുന്നത്, എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംവിധാനിച്ച് എല്ലാം നിയന്ത്രിക്കുന്നവനാണ് ഈ പറയുന്നത്. എങ്കിൽ അവന് പറഞ്ഞാൽ അതാണ് സത്യം. അതാണ് അല്ലാഹ് അലീമാണ്, ഹക്കീമാണ്, ലത്തീഫാണ്, ഖബീറാണ്, സമീആണ്, ബസീറാണ്. എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ, നിഗൂഢമായ രഹസ്യങ്ങളെ പോലും അറിയുന്നവൻ എന്ന റബ്ബിന്റെ നാമങ്ങളെ അറിയുമ്പോഴാണ് അതിന്റെ മേന്മ, മഹത്വം മനസ്സിലാവുക. ആ നിലക്ക് റബ്ബിനെ മനസ്സിലാക്കി റഹ്മാനായ റബ്ബിലേക്ക് പരിപൂർണമായി മനസ്സുകൊണ്ട് വിധേയപ്പെടാൻ നമ്മൾ തയ്യാറാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين.